ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ ഈ ഫിറോസ് സജന വിഷയം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് അതിനെക്കാട്ടൊക്കെ ചീഞ്ഞ കാര്യം, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതിനെക്കാട്ടൊക്കെ ചീഞ്ഞ ഒരു സംഭവം കൊല്ലം ശാസ്താംകോട്ട ഒരു സ്കൂളിൽ നടന്നിരുന്നു. അതായത് അവിടുത്തെ പ്രധാന അധ്യാപകൻ, നമ്മളെ കുഞ്ഞുങ്ങളെ ആ വിദ്യാലയത്തിലേക്ക് വിടുന്നത് അവർക്ക് അവരുടെ ബോധത്തിന്റെ വിവരത്തിന്റെ കണ്ണ് തെളിഞ്ഞ് അവര് നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ നേടി വരാൻ വേണ്ടി വിദ്യാലയത്തിലേക്ക് നമ്മൾ വിടുന്നത്. അവിടുത്തെ പ്രധാന അധ്യാപിക തന്നെ ഒരുമാതിരി വർഗീയ വിഷം എന്ന് പറയാം, അങ്ങനത്തെ വർഗീയവാദി. അതായത് വെള്ളയും തൊപ്പിയും വെച്ച് നിന്ന് പിള്ളേർ ആ സ്കൂളിൽ പഠിക്കണ്ട എന്നുള്ള നിലപാടെടുത്തു. പിന്നെ ആ അധ്യാപികയോട് ചാനലുകാർ ചോദിക്കുമ്പോൾ അവരെ പെടുത്താൻ വേണ്ടി ആരൊക്കെ ഉണ്ടാക്കുന്ന കള്ളക്കര. കാരണം അവർക്ക് ഇത്ര നാറിയ കഥ അല്ലെ ചീഞ്ഞ കാര്യം പറയാൻ നാണക്കേടുണ്ട്. പക്ഷെ അതിന്റെ ആ സ്കൂളിന്റെ മാനേജ്മെന്റിനോ ആർക്കും വിഷയമില്ലെന്ന് നിങ്ങൾ ഓർക്കണം. അച്ഛൻ വന്നു ജൂൺ 1 പ്രവേശനോത്സവമൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് പോയതിന് ശേഷമാണ് ഈ സ്ത്രീ ഇവിടെ കിടന്ന് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവിടെ മുസ്ലിം കുട്ടികൾ പഠിക്കാൻ പാടില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് പറയണം വർഗീയത എവിടെയാണെന്ന് നമുക്കറിയില്ല. അതായത് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് ഇങ്ങോട്ട് അവർക്ക് സ്നേഹം. ജാതി മതം നമ്മളെ ഫ്രണ്ട്സ് നോക്കുന്നില്ല. നമുക്ക് അയൽവക്കത്ത് ജാതി മതം നോക്കാനുള്ള ബന്ധങ്ങളുണ്ട്, എവിടെയുണ്ട്. പിന്നെ ഇത് എവിടെയാണ് ഈ വർഗീയത എന്ന് ചോദിച്ചാൽ, അന്നൊരിക്കൽ ഫഹദ് വാസിലും നസ്രിയും കൂടെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ കയറിയപ്പോൾ അവിടുത്തെ ഇവിടുത്തെ ഇപ്പൊ ലക്ഷ്മിപ്രിയൊക്കെ കൊണ്ട് കേസ് കൊടുത്തിട്ടില്ല മാനദർശനം, ആ വക്കീൽ തന്നെയാണ് കൃഷ്ണരാജ വക്കീൽ. അദ്ദേഹം ഓർക്കുന്നുണ്ട്, അവിടുത്തെ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാന്ന് എഴുതിയത് തൃപ്പൂണിത്തുറ അമ്പലത്തിന്റെ ബോർഡ് എവിടെയോ കളഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ അതിനൊന്നും വലിയ അദ്ദേഹം അത് അവിടെ നെടിപ്പിച്ച് ദേവസ്വം പ്രസിഡന്റിന്റെ കംപ്ലൈന്റ് കൊടുത്ത് അത് അവിടെ നെടിപ്പിച്ച് പുനഃസ്ഥാപിച്ചു. കാരണം അഹിന്ദുക്കൾ കയറാൻ പറ്റിയാണ്. അതേപോലെ വർഗീയവാദികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനത്തെ ചില സ്ഥലത്താണ് സത്യം തുറന്നു പറയാൻ വിഷമിക്കേണ്ട. ഇനി നമ്മുടെ ഈ ഒരു തലമുറ കഴിഞ്ഞിട്ട് കുഞ്ഞുമക്കൾ വളർന്നു വരുന്നുണ്ട്, അവർക്ക് വർഗീയത ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ വിദേശത്തൊക്കെ പോകുന്ന ഈ കേരളത്തിൽ ഈ വക ചെയ്യുന്ന സ്വഭാവം കൊണ്ടാണ് ഇവിടുത്തെ പല കാര്യം പുതിയ തലമുറയ്ക്ക് ഇഷ്ടമല്ല. അവർ ഈ വർഗീയതയൊന്നും വെച്ച് കൊണ്ടുപോകത്തില്ല, എന്താന്ന് പോലും അവർക്കറിയില്ല. പക്ഷെ ഇങ്ങനത്തെ വിഷങ്ങളുണ്ട്. ഇത് വിദ്യാഭ്യാസ മന്ത്രി അവരൊരു കണ്ട് കേസ് ശരിക്കും അന്വേഷിച്ച് ഇതുങ്ങളെയൊക്കെ പറഞ്ഞു വിടണം. എന്തിനു വെച്ചോണ്ടിരിക്കുന്ന ഈ വിഷവും തുപ്പി വീട്ടിയിരിക്കട്ടെ. അപ്പൊ വാർത്ത കേൾക്കാം. തലപ്പാവം ധരിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകില്ലെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞുവെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. 32ഓളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു. അധ്യാപകരും PTA ഭാരവാഹികളും ആവശ്യപ്പെട്ടിട്ടും കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നില്ല. മാനേജ്മെന്റിലും DOയ്ക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഇവർക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാതിരിക്കാൻ യാതൊരു നടപടിയില്ല, നിലവിൽ നിയമമില്ല. TC ട്രാൻസ്ഫർ ആയാലും അവർക്ക് അഡ്മിഷൻ കൊടുക്കണം. പക്ഷെ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട കുറച്ച് കുട്ടികളായതുകൊണ്ട് അവർക്കൊരു അഡ്മിഷൻ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇന്ന് മറ്റ് അധ്യാപകരും പ്രധാന അധ്യാപികയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. വിദ്യാർത്ഥികൾ കുറഞ്ഞതോടെ സ്കൂളിലെ പാർട്ട് ടൈം അധ്യാപകരുടെ ജോലി നഷ്ടമാകും. പ്രധാന അധ്യാപിക മുൻപും സമാന രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്നും മറ്റ് അധ്യാപകർ പറയുന്നു. അതേസമയം ഉയരുന്നത് വാസ്തവ വിരുദ്ധമായ ആരോപണമെന്ന് പ്രധാന അധ്യാപിക പ്രതികരിച്ചു. തസ്തിക നിലനിർത്താൻ വ്യാജ TC പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ചില അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രധാന അധ്യാപിക അറിയിച്ചു. സർക്കാർ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ബന്ധപ്പെട്ട രേഖകളും എല്ലാം സമർപ്പിച്ച എല്ലാ കുട്ടികൾക്കും രക്ഷാകർത്താക്കളോടൊപ്പം വന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ അഡ്മിഷൻ നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഇന്ന് വിദ്യാർത്ഥി സംഘടനകളും സ്കൂളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഈ അധ്യാപികയോട് നാട്ടുകാരും എല്ലാവരോടും കൂടി പാർട്ടിക്കാരും എല്ലാവരോടും നിർത്തിപ്പറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരക്ഷരം ഉണ്ടെന്നില്ല. ഇവിടെ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, അല്ല ചാനലുകാർ ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന്. അതെന്നെ ചിലർ പെടുത്താൻ വേണ്ടി ചെയ്താന്നുള്ള രീതിക്ക് അത് പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കും. നിങ്ങളടുത്ത് ഞങ്ങൾ എങ്ങനെ ടീച്ചറെ വിളിക്കും? നിങ്ങൾ സസ്പെൻഷനിൽ പോയത് എന്തിനായിരുന്നു? 4 പ്രാവശ്യം സസ്പെൻഷനിൽ പോയത് എന്തിനായിരുന്നു? നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാത്തോണ്ടല്ലേ? ആണോ? നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു സമുദായത്തിലുള്ള കുട്ടികളോട് പ്രശ്നം ഉള്ളത് കൊണ്ട് നിങ്ങളെ ഇവിടെ ആക്കി. ഇവിടെ ഞങ്ങളെല്ലാം എല്ലാവരും എല്ലാ ജാതിയിലുള്ളവരും സന്തോഷമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ്. നിങ്ങളുടെ ഏത് സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെല്ലാം ഇവിടെ ജാതി മൊത്തമില്ല ജീവിക്കുന്നത്. അതിനിടയ്ക്ക് ഇവിടെ ഇത്രയും വർഷമായിട്ട് ഒരു എത്ര വർഷം കൊണ്ട് പഴക്കമുള്ള സ്കൂളായത്. ഇത്രയും വർഷമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് വന്ന് ഒരു അധ്യാപകരെടുത്തോ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥികളെടുത്തോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കേണ്ട അവസരം വന്നിട്ടില്ല ഇതുവരെ. നിങ്ങളൊരൊറ്റ ഒരാള്. ഇതിനു മുമ്പ് ഇതുവരെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒരു വിഷയം വന്നത് പുറത്തു വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ കാരണം ഇവിടുത്തെ ഒരു ടീച്ചർ രാജിവെച്ച് പോയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ടീച്ചർ രാജിവെച്ച് പോയില്ലേ? ഇത്രയും കുട്ടികൾ ഈ സ്ട്രെങ്ത് ഇല്ലാത്ത ഈ സ്കൂളിൽ 10-38 പിള്ളേർ പഠിക്കാൻ വന്നിട്ട് അവരെ അഡ്മിഷൻ ഒരു സമുദായത്തിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തിയ ശരിയായിട്ടുള്ള നടപടിയാണ്. നിങ്ങൾ പറയുന്നത് നിയമപരമായിട്ടൊന്നും ചെയ്തിട്ടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല. റീസൺ ഒന്ന് പറ. ഇതാ ഇന്ന കാരണത്താലാണ് ഞാൻ കൊടുക്കാത്തത് അഡ്മിഷൻ. റീസൺ അത് പറയാം. ഇത്ര പാടെന്തുവാ?
ആ റീസൺ പോലും അല്ല ഇനി അതിനല്ല ടീച്ചറിന്റെ കാരണം എന്താ വെള്ളം ഇട്ട് വന്നതെന്ന് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അത് അവർ നല്ല തൊപ്പിയിരിക്കുന്നതോ അല്ല എന്തോ പ്രശ്നം എന്തോ ടീച്ചറിന്റെ ഇത് നിങ്ങൾക്ക് അഡ്മിഷൻ കൊടുത്തതിന് ശേഷം ചെയ്യാലോ. അവർ വരുന്നില്ല, നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഞങ്ങളാരും വരത്തു പോലുമില്ല ചോദിക്കാൻ. നിങ്ങളുടെ ഡ്യൂട്ടി അത്. ഒന്നും ചെയ്യാതെ ഈ സ്കൂളിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് വന്ന കുട്ടികളെ, അവരുടെ പാരന്റ്സിനോടൊപ്പം വന്ന കുട്ടികളെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തില്ല. എന്ത് റീസൺ? ആ കാര്യം മാത്രം ഞങ്ങൾ റീസൺ ഒന്നും പറയും. റീസൺ ഒന്നും പറയാതെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ കാണിക്കുന്നത് ഒന്നും നല്ല നടപടിയല്ല. ഇനി ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയെ കുറിച്ച്, ഈ അധ്യാപികയെ കുറിച്ച് സഹ അധ്യാപികൾ ഒത്തിരി 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ പറഞ്ഞത് കേൾക്കും. ഇവര് പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, ഇവിടെ വെള്ള വസ്ത്രവും പറ്റത്തില്ല, തൊപ്പിയും പറ്റത്തില്ല. അവർ പ്രയോഗിച്ചു, അത് വൈസ് പ്രസിഡന്റ് പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. സ്കൂൾ തുറന്ന ദിവസം അതിന് മുന്നേ ഞങ്ങൾ പോയി ഇങ്ങനെ PTA വൈസ് പ്രസിഡന്റ്, ഞങ്ങൾ 2-3 അധ്യാപകരൊക്കെ പോയി ഇങ്ങനെ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ദറസുണ്ട്. അപ്പോൾ ദറസിൽ അവിടുത്തെ ജോയിന്റ് സെക്രട്ടറിയെ കാണാൻ പറഞ്ഞു. സെക്രട്ടറി പോയി കണ്ട്. അപ്പോൾ അവർ എങ്ങോട്ടും വിട്ടില്ല, അവർക്ക് അടുത്തൊരു സ്കൂൾ വേണം, കുഞ്ഞുങ്ങൾ പോയി വരാൻ. അപ്പോൾ ടീച്ചർ എന്തായാലും കാര്യമായി, +2 വരെയുള്ള സ്കൂളാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നും വരുമോ എന്ന് വരുന്ന കുട്ടി, എനിക്കൊന്നും ചോദിക്കാൻ റൈറ്റ്സ് ഇല്ല, പക്ഷേ ഞാൻ ചോദിച്ചെന്ന്. അപ്പോൾ പറഞ്ഞ് ടീച്ചറെ ഞങ്ങൾ വെള്ളിയാഴ്ച ചിലപ്പോൾ ഇതായിട്ട് നമ്മൾ കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ ഏർപ്പാട് ചെയ്ത് അവർ തന്നെ ആ ചുറ്റുപാടൊന്നും അല്ലാത്ത കുറേ കുഞ്ഞുങ്ങളെ, ഈ ദറസിലല്ലാത്ത കുറേ കുഞ്ഞുങ്ങളെ, ഒരു 8-9 കുഞ്ഞുങ്ങളെയോളം ഒക്കെ ചെയ്തു. എന്നിട്ട് ഇത് 26-27 ഡേറ്റിലാണ്. അതുവരെയും അപ്പം അൺഎക്കണോമിക് ആവുകയാണ് ഈ സ്കൂൾ. ജൂലൈ മാസം ഈ ഇതനുസരിച്ച് സ്ട്രെങ്ത് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടുക. ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ സഹോദരങ്ങൾ പഠിച്ച, എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച സ്കൂളാണ്. പിന്നെ എൻ്റെ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് സാധാരണ ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ഉണ്ടാകുന്ന യാതൊരു മാനസിക സമ്മർദ്ദങ്ങളും നമുക്കുണ്ടാവാറില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ അവർ ബുദ്ധിമുട്ടില്ല. ടീച്ചറാണോ ഈ ടീച്ചറിന്റെ തീരുമാനമാണോ അത് HM ആണോ അഡ്മിഷൻ കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം? HM മാത്രമാണ് പറഞ്ഞത്. മാനേജ്മെന്റിൽ ഒരു മനുഷ്യർ പോലും ഇവിടെ അഡ്മിഷൻ കൊടുക്കില്ല. അവർക്ക് ഇവിടെ ജാതിയോ മതമൊന്നുമില്ല. അങ്ങനെയാണ് ഞാനൊരു ഹിന്ദു, എനിക്ക് ഇവിടെ ജോലി തരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിവേചനമേ ഇവിടെ ഇല്ല. എല്ലാവരോടും അവരാ സമീപനം. അപ്പോൾ വന്നു ഈ കുട്ടികൾ എല്ലാവരും എത്തി ഞങ്ങൾ ബസ് വന്ന ബസ്സിൽ കയറി ഈ ടീച്ചർ ഞങ്ങളുടെ സ്കൂട്ടറിൽ വന്ന് മഴ വന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേ ഈ ടീച്ചറുടെ പെർഫോമൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വന്ന രക്ഷാകർത്താക്കളോട് PTA വൈസ് പ്രസിഡന്റിനോട് ചോദിക്കണം. ഞാൻ പറയുമ്പോൾ ഞാൻ അകത്ത് നിൽക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ വന്നിട്ട് ഇവിടെ എല്ലാം നടന്ന് ബഹളം വെച്ച് എന്തൊക്കെയോ അങ്ങ് അലയ്ക്കുക. ഇത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി ഇവിടുത്തെ മാനേജ്മെന്റ് പ്രതിനിധി, ലോക്കൽ മാനേജർ അച്ഛനാണ് മെഴുകുതിരി കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെല്ലാം വരവേറ്റ്. ഞാനിവിടെ ആ സ്കൂൾ ബസ് ഞങ്ങൾ വരുമ്പോൾ അതിനകത്ത് വിരലിലെണ്ണാവുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ എത്തിയപ്പോൾ അതൊരു മനോഹരമായി, അതങ്ങ് നല്ല ഹാളൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായി. അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു ടീച്ചറെ അഡ്മിഷൻ എടുക്കണ്ടേ, എനിക്കിപ്പോൾ സൗകര്യം ഇച്ചിരി കഴിയും. അങ്ങ് പോയി PTA വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ. അവർ കുഞ്ഞുങ്ങൾ രാവിലെ വന്നേൽ പറഞ്ഞു വന്നിരുന്നിട്ട് പറഞ്ഞു ഒരു കാര്യം എല്ലാം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്കറിയാലോ സാധാരണ ഓൺലൈനിൽ വന്ന എല്ലാ സ്കൂൾ അഡ്മിറ്റ് ചെയ്യും. ഇവിടുത്തെ ടീച്ചർക്ക് ഹാർഡ് കോപ്പി വേണം. ഞാൻ അത് അവരോട് പറഞ്ഞ് ഹാർഡ് കോപ്പി എല്ലാവരും കൊണ്ടുവന്ന് TC ഹാർഡ് കോപ്പി, ആധാർ, ബർത്ത് സർട്ടിഫിക്കറ്റ്, അപേക്ഷാ ഫോം, ഇത്രയും സംഭവമായിട്ട് അവരിവിടെ വന്നു. 2 ആണുങ്ങൾ. അതിനകത്ത് ഒരാളെയാണ് സാർ ഇപ്പോൾ വിളിച്ചത്. അകത്തോട്ട് കയറി ലോകത്തൊരു സ്കൂളിലും നടക്കാത്ത തരത്തിലുള്ള ബഹളം. അപ്പോഴത്തേക്ക് അച്ഛനങ്ങ് പോയായിരുന്നു, ഉദ്ഘാടനം ചെയ്ത്. അദ്ദേഹത്തിന് വേറെ കാര്യമുണ്ടല്ലോ, പറ്റത്തില്ല, നടക്കത്തില്ല. അപ്പോൾ ഇവർ തിരിച്ചിറങ്ങി വന്നു. ടീച്ചറെ ഇവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് ക്ഷമിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. PTA വൈസ് പ്രസിഡന്റ് സംസാരിച്ചു. സാറേ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തുവായിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങൾ ഇവിടുന്ന് അങ്ങേയറ്റം വരെ നടക്കും, അവിടെ നിന്ന് ഇങ്ങേയറ്റം വരെ നടക്കും. അലച്ചോണ്ട് വെച്ചാൽ ഭീകരമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കാം. കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിക്കുക ഈ കാര്യങ്ങൾ മുഴുവൻ. അവസാനം ഇവർ പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, ഇവിടെ വെള്ള വസ്ത്രവും പറ്റത്തില്ല, തൊപ്പിയും പറ്റത്തില്ല. അവർ പ്രയോഗിച്ചു, അത് വൈസ് പ്രസിഡന്റ് പ്രയോഗിച്ചൊരു പ്രയോഗം. അപ്പൊ നിങ്ങൾ ടോട്ടലി ഇതെല്ലാം കേട്ടല്ലോ. അപ്പൊ ഇവരെ പോലുള്ള അധ്യാപകന്മാരും ഉണ്ടാവും. അപ്പോൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ വിഷയമായപ്പോഴാണ് അവർ തർക്കിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല, അവരോട് ശത്രുതയുള്ള ആൾക്കാരെല്ലാം കൂടെ ഉണ്ടാക്കിയാണ് കുറെ ആൾക്കാരുണ്ട്. ഇവരിതിനു മുന്നേ ഒരു അധ്യാപികയെ ഒക്കെ ഉപദ്രവിച്ചിട്ട് അവർ ജോലി രാജിവെച്ചൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത സ്വഭാവക്കാരിയാണ്. പക്ഷെ ചോദിക്കുമ്പോൾ ഇപ്പൊ എല്ലാം തർക്കിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ മുഖ്യമന്ത്രി നമ്മുടെ വന്നിട്ട് ഇന്ന് വരെ നമ്മൾ ആരും ചിന്തിക്കുക പോലും ചെയ്യല. എന്നാൽ നമുക്ക് ഒറ്റ മനുഷ്യൻ, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ മനുഷ്യന് എതിര് പറയുകയല്ലാത്ത ഒരു ഓർഡർ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇനി ആക്സിഡന്റ് എന്താണേലും നമ്മുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി മുറിച്ച് ആ പരിപാടി നിർത്തി. വിദേശ രാജ്യങ്ങളിലെ പോലെ കീറി മുറിക്കാതെ നമ്മളുടെ ബന്ധുക്കൾ ആരെങ്കിലും വെച്ചാൽ നമുക്കത് വളരെ വിഷമമുള്ള കാര്യമാണ്. കാര്യം ഡെഡ് ബോഡി ഒന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് വിഷമമാണ്. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, എടുക്കുക. ആ ഒരു പരിപാടി നിർത്തി. ശരിക്കും പറഞ്ഞാൽ അതിനു പകരം MRIയും CT ഒക്കെ വെച്ച് സ്കാൻ ചെയ്യുന്ന പരിപാടിയാക്കി മാറ്റി. അതായത് ഡെഡ് ബോഡി ഇനി പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി മുറിക്കല്ല, അത് വിദേശ രാജ്യങ്ങളുള്ള അതിവിടെ ഇങ്ങനെ ഒരു ഓർഡർ ആക്കി ഇറക്കിയിട്ടുണ്ട്. അതേപോലെ ഇതുപോലത്തെ വർഗീയവാദികളായിട്ട് വെറുതെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും പുതിയ തലമുറ വളർന്നു വരുന്നവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുകയും ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് പിരിച്ചുവിടണം. വീട്ടിൽ പോയിരിക്കട്ടെ, വീട്ടിൽ പോയിരുന്ന് വിഷം തുപ്പട്ടെ, വീട്ടിലുള്ളവരോട് വിഷം തുപ്പിക്കൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അതാണ് നല്ലത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.